വീട്ടിയാങ്കൽ ജോസഫ് അച്ഛൻ തലശ്ശേരിയുടെ അഭിമാനമായ വൈദികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും, വൈദികർക്കെല്ലാം പഠിക്കേണ്ട പാഠപുസ്തകം പോലെ സുന്ദരമായിരുന്നു. വീട്ടിയാങ്കൽ അച്ഛൻ തൻ്റെ പൗരോഹിത്യത്തെ അത്രമാത്രം സ്നേഹിക്കുകയും തന്നെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളെ കറകളഞ്ഞ വിശ്വസ്തയോടെ നിറവേറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാം മാതൃകയായി തീരാൻ കാരണമായത്. വീട്ടിയാങ്കൽ അച്ഛൻ്റെ വലിയ ആഗ്രഹം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മരിക്കണം എന്നുള്ളതായിരുന്നു. അനേകവട്ടം അച്ഛൻ പ്രകടമാക്കിയ ആഗ്രഹം കർത്താവ് സാധിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണ വേളയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് അച്ഛൻ ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഇതുവരെയും ഈശോയെ കരങ്ങളിലെടുത്ത് സ്വീകരിച്ച അച്ഛനെ സ്വന്തം കരം കൊണ്ട് കർത്താവെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണത വാസ്തവത്തിൽ അച്ഛന് ദൈവം നൽകുകയായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ധൂർത്തായ കാര്യങ്ങൾ കാണിച്ചാൽ അച്ഛൻ ഉടനെ വളരെ കലഹപൂർവ്വം എന്നോട് സംസാരിക്കുക. അതൊക്കെ പിതാവ് നിയന്ത്രിക്കണം, അത്രയും പൈസ ഒന്നോട് ചിലവാക്കേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. അച്ഛൻ എല്ലാ കാര്യങ്ങളും എത്രയോ സൂക്ഷ്മമായാണ് മനസ്സിലാക്കുക. ഞാൻ റിട്ടയർ ചെയ്തല്ലോ, ഇനി എനിക്കിതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല അച്ഛൻ ചെയ്തത്. ശരിക്കും ഈ രൂപതയെ തൻ്റെ അവസാന ശ്വാസം വരെയും സ്നേഹിക്കുകയും അത് ഹൃദയപൂർവ്വം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. 116 സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: നീതിമാൻ്റെ മരണം, തൻ്റെ വിശുദ്ധരുടെ മരണം ദൈവസന്നിധിയിൽ ഏറെ വിലപ്പെട്ടതാണ്. തീർച്ചയായും ഈ ജോസഫ് അച്ഛനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ആ സങ്കീർത്തന വചനമാണ് ഓർമ്മ വരുന്നത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛനും അച്ഛൻ്റെ ജീവനും ജീവിതവും അച്ഛൻ്റെ ആത്മാവും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നുവെന്ന്. അച്ഛൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ അച്ഛൻ കഠിനാധ്വാനിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വീട്ടിയാങ്കൽ കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം അച്ഛൻ്റെ ഈ കഠിനാധ്വാനശീലം. 10 അംഗങ്ങളോ മക്കളുള്ള ഒരു കുടുംബമായിരുന്നു നിങ്ങളുടേത്. ആ 10-ൽ 5 പേരും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടു. നമ്മുടെ അതിരൂപതയുടെ 13 ഇടവകകളിലാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഭാഗ്യം ലഭിച്ചത്. മരുതോങ്കരയിൽ അസ്തേന്തിയായി ആരംഭിച്ച ആ പൗരോഹിത്യ ജീവിതം ചായോത്ത് പള്ളിയിൽ ആണ് അവസാനമായി അച്ഛൻ വികാരിയായിരുന്നു. ആ 56 കൊല്ലം നീളുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപയാർന്ന ജീവിതം നമ്മുടെ അതിരൂപതയെ ഒരുപാട് വളർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവിന് വേണ്ടി അധ്വാനിച്ചവൻ കർത്താവിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. ശാബത്തിൻ്റെ ദൈവശാസ്ത്രം വിശദീകരിക്കുമ്പോൾ യഹൂദ റബ്ബിമാർ പറയും, കർത്താവിന് വേണ്ടി അധ്വാനിച്ചവന് കർത്താവിൽ വിശ്രമിക്കാൻ അവകാശമുണ്ട്. ആഴ്ചയുടെ 6 ദിവസം കർത്താവിന് വേണ്ടിയാണ് അധ്വാനിച്ചത് എങ്കിൽ 7-ാം ദിവസം നമുക്ക് കർത്താവ് വിശ്രമം തരുമെന്നും, അധ്വാനിച്ചത് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ 7-ാം ദിവസവും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും എന്നും യഹൂദ റബ്ബിമാരുടെ ഒരു വ്യാഖ്യാനമുണ്ട്. ഞാൻ വിചാരിക്കുന്നു തൻ്റെ ദീർഘമായ 56 കൊല്ലത്തിൻ്റെ പൗരോഹിത്യത്തിലുടനീളം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു കർത്താവിൻ്റെ നിത്യവിശ്രമത്തിലേക്ക്, കർത്താവിൻ്റെ മടിത്തട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ ദൈവം സ്വീകരിച്ചു എന്ന്. ശക്തരായിരിക്കുക, ധീരരായിരിക്കുക, നിർഭയം തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുക. അത് പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവർക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും. അച്ഛൻ്റെ അടുത്ത് ആരുടെയും വികൃതികളോ തോന്നിവാസങ്ങളോ അച്ഛൻ അനുവദിച്ചു കൊടുക്കാറില്ല. പഴയ കാലത്തെ പള്ളികളിലെ തിരുനാളിന് പോലീസുകാർ വിചാരിച്ചാൽ ക്രമസമാധാനം കൊണ്ടുവരാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ
വീട്ടിയാങ്കലച്ചൻ ഒരു ചൂരവടിയുമായിട്ട് പ്രദക്ഷിണത്തിൻ്റെ ഇടയിലൂടെ നടന്നാൽ അവിടെ വളരെ അച്ചടക്കവും കഠിനമായ നിശബ്ദതയും നമുക്ക് കണ്ടെടുക്കാൻ പറ്റുമായിരുന്നു. ഞാനതിന് വ്യക്തിപരമായി സാക്ഷിയായതുകൊണ്ടാണ് ഞാൻ പറയുക. അത് അച്ഛൻ്റെ കായബലമല്ല, അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ശക്തിയാണ്. താൻ ജീവിതത്തിൽ ഉടനീളം പാലിച്ച കൃത്യമായ അച്ചടക്കത്തിൻ്റെ പൗരോഹിത്യ വഴികളോട് പുലർത്തിയ വിശ്വസ്തത അദ്ദേഹത്തിന് പകർന്നു കൊടുത്ത ഒരു ധാർമ്മിക ഊർജമുണ്ട്. ആ ഊർജമാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളെയും കാലുകളെയും ശരീരത്തെയും നിരന്തരം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു മരുന്നും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും അച്ഛനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗമെന്ത് എന്ന് തിരിച്ചറിയാൻ അച്ഛന് പറ്റിയില്ല. ഇന്നലെ വീണ് കഴിഞ്ഞ് ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ ചോദിച്ചു, ചങ്കിന് വേദനയൊക്കെ ഉണ്ടായിരുന്നവല്ലോ ഈ ദിവസങ്ങൾ. 5-6 ദിവസമായിട്ടുണ്ടായിരുന്നു, അത് വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തില്ല എന്നാണ് അച്ഛൻ ഡോക്ടറോട് മറുപടി പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം അരോഗദൃഢഗാത്രനായി ജീവിച്ചതുകൊണ്ട് ചെറിയ വേദനകളെയൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായും അച്ഛൻ്റെ ഈ കരുത്ത് വളരെ സ്പഷ്ടമായി പ്രകടമായൊരു അനുഭവം കുടിയാമല പള്ളിയിൽ അച്ഛനെല്ലാ പള്ളി ചോരുന്നത് പ്രമാണിച്ച് അത് നന്നാക്കാൻ വേണ്ടി അച്ഛൻ തന്നെ മണ്ടേക്ക് അതിൻ്റെ സീലിങ് കോൺക്രീറ്റ് പോലെ ഉറപ്പുള്ളതാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ചവിട്ടിയത് ഒരു ആസ്പെറ്റോ ഷീറ്റാൻ്റെ, അത് പൊട്ടി അച്ഛൻ താഴേക്ക് വീണു. വരുന്ന വഴിയിൽ അച്ഛൻ പള്ളിയുടെ ശീലാന്തിയേൽ പിടിച്ചു. ആളുകൾ അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പള്ളിക്ക് പുറത്തു നിന്ന് ആളുകൾ ശ്രദ്ധിക്കുക. ആളുകൾ ചെന്ന് സങ്കീർത്തി വഴി ഏണി വെച്ച് ഗോണിയെ കൂടെ മണ്ടയെ കയറി വന്ന് പിടിക്കുന്നത് വരെയും അച്ഛൻ ആ ശീലാന്തിയിൽ തൂങ്ങി നിന്നു. ഇവിടെ ഏതച്ഛന്മാർക്ക് അത്രയും കരുത്ത് കരങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും. തീർച്ചയായും അച്ഛൻ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നീട് അച്ഛൻ എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ പിടിച്ചത് ശീലാന്തിയലല്ല, എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞാലും ആളുകൾ വന്ന് പിടിച്ചേൽപ്പിക്കുന്നത് വരെയും ഞാൻ അവിടെ നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അപാരമായ ആത്മബലത്തിൻ്റെ നിദർശനമാണ്. പ്രിയപ്പെട്ട വീട്ടിയാങ്കലച്ഛൻ, അച്ഛൻ മുഖം നോക്കാതെ അഭിപ്രായം പറയുമായിരുന്നു. ഏത് കാര്യത്തിലും തനിക്ക് പറയാനുള്ളത് ആരോടും അച്ഛൻ കൃത്യമായി പറയും. പക്ഷേ അതൊരിക്കലും വ്യക്തിബന്ധങ്ങളെ ബാധിക്കാറില്ല. അച്ഛൻ ഹൃദയം കൊണ്ട് സംസാരിക്കാനുള്ള അസാധാരണമായ പാഠവുമുണ്ട്. അച്ഛനിരുന്ന ഇടവകളിൽ നിന്നെല്ലാം ആളുകൾ നിറകണ്ണുകളോടെ ഇന്നലെ മുതൽ അച്ഛൻ്റെ മൃതശരീരത്തിങ്കിലേക്ക് ഒഴുകിയെത്തിയത് അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രീസ്റ്റ് ഹോമിൽ ചെല്ലുമ്പോഴൊക്കെ അച്ഛൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? നമുക്കൊക്കെ എന്ത് ആരോഗ്യ പ്രശ്നം, ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല എന്ന് അച്ഛൻ എപ്പോഴും പറഞ്ഞു. ജീവിതത്തിൽ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു പരാതിയും ഒരു പരിഭവവും, തനിക്ക് ലഭിച്ച സൗകര്യങ്ങളെക്കുറിച്ച് ഒരു പരാതിയും അച്ഛനിൽ. സൗകര്യങ്ങളെല്ലാം ഒരുപാട് കൂടുതലാണ്, ഇത്രയൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ്, ദൈവത്തെ കണ്ടവൻ്റെ, ദൈവത്തെ അനുഭവിച്ചവൻ്റെ ഒരു ആത്മസംതൃപ്തിയുണ്ട്. വീട്ടിയാങ്കലച്ഛനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ആത്മസംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട വീട്ടിയാങ്കലച്ഛൻ്റെ ജീവിതം വൈദികരായ നമുക്കെല്ലാവർക്കും പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാഠപുസ്തകം പോലെ സുന്ദരമാണ്. വീണ്ടും അച്ഛൻ പ്രകൃതിയെ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതൊരു ദൈവീക ദർശനമാണ്. ഈ ഓരോ പുല്ലിനെയും പുൽക്കൊടിയെയും ചെറിയ ചെടികളെ പോലും സ്നേഹിച്ച് അച്ഛൻ്റെ മുറിയിൽ നിങ്ങൾ കയറി ചെന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മുടെയൊക്കെ മുറികളിൽ കാണുന്ന പോലെ ഒരുപാട് പുസ്തകക്കെട്ടോ നടന്നു വന്ന വഴികളിൽ നിന്ന് സമ്പാദിച്ചു വെച്ച ഭാണ്ഡക്കെട്ടുകളോ ട്രങ്ക് പെട്ടികളോ ഒന്നുമില്ല. അവിടെ ആകെക്കൂടിയുള്ളത് താൻ അരിമകളെ പോലെ സ്നേഹിക്കുന്ന ഏതാനും കുഞ്ഞ് ചെടികൾ മാത്രം. ആ ചെടികളിൽ ഓരോന്നോരോന്നായി എടുത്ത് അൾത്താരയിൽ കർത്താവിൻ്റെ മുമ്പിൽ അലങ്കരിക്കാൻ ഡയറക്ടർ അച്ഛന് കൊടുക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. പ്രീസ്റ്റ് ഹോമിൻ്റെ മുമ്പിലെ പൂന്തോട്ടത്തിൽ അച്ഛൻ്റെ
പരിലാളന ഏൽക്കാത്ത ഒരു ചെടി പോലുമില്ല. ഈ 85-ാം വയസ്സിലും ഏത് മഴയത്തും ചെടികളെ പരിപാലിക്കാൻ അച്ഛൻ കാണിച്ച ആത്മാർത്ഥത, പ്രിയപ്പെട്ടവരെ, അത് വെറും ഒരു ചെടികളോടുള്ള സ്നേഹമല്ല. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയും, അതൊരു വലിയ ആധ്യാത്മികതയാണ്. ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയ ഒരുപാട് വെളിപാടുകളുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ വെളിപാടുകൾ ദൈവം എഴുതിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ കുഞ്ഞ് ചെടിയിലും പൂവിലും പുൽക്കൊടിയിലുമാണ്. അതിനെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് ദൈവീക വെളിപാടിൻ്റെ സമ്പൂർണത നമുക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ വെളിപാടുകൾ കൂടി ഗ്രഹിക്കുമ്പോഴാണ് തൻ്റെ പൗരോഹിത്യം പൂർണ്ണമാകുന്നത്. മണ്ണിനോടും പുല്ലിനോടും കൃഷിയോടും കാർഷിക മേഖലയോടും അച്ഛൻ പുലർത്തിയ തുറവി, അത് അദ്ദേഹത്തിൻ്റെ വലിയ ആധ്യാത്മികതയുടെ ഭാഗമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കാം. 4 ജോഡി വസ്ത്രങ്ങൾ മാത്രം. അച്ഛനത് പറയുന്നത്, ഒരെണ്ണം കീറി പൂർണ്ണമായും ഇല്ലാണ്ടായെങ്കിൽ മാത്രമേ വേറൊരു ജോഡി വസ്ത്രം ആവശ്യമുള്ളൂ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമുക്കൊക്കെ എത്ര ലോവയുണ്ടെന്ന് നമ്മളോട് ചോദിച്ചാൽ തന്നെ നമുക്കറിഞ്ഞു. വാസ്തവത്തിൽ അച്ഛൻ്റെ മുറിയിൽ ഈ കേവലം 4 ജോഡി വസ്ത്രങ്ങളുമായിട്ട് 56 കൊല്ലം ജീവിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചു, എനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല, അതെല്ലാം ഞാൻ അതാത് സമയങ്ങളിൽ എൻ്റെ മുമ്പിൽ വന്ന ആവശ്യക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അതെൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി പിതാവിന് എടുക്കാവുന്നതാണ്. അതും കഴിഞ്ഞ് ശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുത്താൽ മതി. ഇത്രയും ലളിതമായി തൻ്റെ വിൽപ്പത്രം എഴുതി വയ്ക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വൈദികൻ്റെ ജീവിതത്തിൻ്റെ സംശുദ്ധിയല്ലാതെ മറ്റെന്താണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അച്ഛൻ്റെ ജീവചരിത്രം എഴുതാൻ ചാൻസലർ അച്ഛൻ വളരെ വിഷമിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം അച്ഛൻ്റെ പോളിസിയാണ്, തന്നെക്കുറിച്ച് ആരും ഒരിടത്തും ഒന്നും എഴുതി വയ്ക്കാൻ പാടില്ല, താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിടത്തും എഴുതാൻ പാടില്ല. അപ്രകാരം അദ്ദേഹം തന്നെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടാൽ അച്ഛൻ ദേഷ്യപ്പെടും. അച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കാൻ വീട്ടുകാരെത്രമേൽ ബുദ്ധിമുട്ടി എന്ന് 5-6 തവണ ചെന്ന് അച്ഛൻ്റെ വഴക്ക് കേട്ടിട്ടാണ് അവരവസാനം 50 പേരെ വെച്ച് ജൂബിലി ആഘോഷിക്കാൻ അച്ഛൻ അനുവാദം കൊടുത്തത്. കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, താൻ ചെയ്യുന്നതിനൊന്നും ഈ ലോകത്തിലല്ല പ്രതിഫലം, നിത്യതയിലാണ് പ്രതിഫലം എന്ന് അച്ഛൻ ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ പണിതിട്ടുള്ളത് സെമിത്തേരികളാണ്. കാരണം അച്ഛൻ നിത്യതയെ അത്രമാത്രം സ്നേഹിച്ചു. നിത്യതയുടെ വഴിയിൽ നടക്കാൻ അച്ഛൻ അത്രമേൽ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം ഞാനാണ് ചെയ്തത് എന്ന പേരും വീട്ടുപേരും ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ മായാത്ത മുദ്രകളിൽ പതിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹിച്ചില്ല. എവിടെയും എഴുതി വയ്ക്കാത്ത ആ പേര് സകലരുടെയും ഹൃദയങ്ങളിൽ ദൈവം എഴുതി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഈ ദൈവജനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആദരവും സ്നേഹവും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. പ്രിയപ്പെട്ട ജോസഫ് അച്ഛനെ നമ്മൾ യാത്രയാക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ തിരുസന്നിധിയിലേക്ക് കൊടുക്കാം. നമ്മുടെ പൗരോഹിത്യ കൂട്ടായ്മയിൽ നിന്ന് കറകളഞ്ഞ നലം തികഞ്ഞ ഒരു വൈദികനെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് അഭിമാനത്തോടെ സമർപ്പിക്കാം. അച്ഛൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.